എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമതലം, മധ്യതലം, ജില്ലാതലം എന്നീ 3 തലങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരണം. 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളെ മധ്യതലത്തിൽ നിന്ന് ഒഴിവാക്കാം. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാകണം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് മധ്യതല പഞ്ചായത്തിലും അംഗമായി പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. എംപിമാർ, എംഎൽഎമാർ, എംഎൽസിമാർ എന്നിവർക്ക് ത്രിതല പഞ്ചായത്ത് സമിതിയിൽ അംഗമായി പ്രവർത്തിക്കാം. സ്ത്രീകൾക്ക് 1/3 സീറ്റ് സംവരണം വേണം. എല്ലാ തലത്തിലുമുള്ള അധ്യക്ഷ സ്ഥാനങ്ങളിലും ഈ മാനദണ്ഡം പാലിക്കണം. കൂടാതെ ജനസംഖ്യ അനുപാതികമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കും സീറ്റുകളും അധ്യക്ഷ സ്ഥാനങ്ങളും സംവരണം ചെയ്തു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സീറ്റും അധ്യക്ഷ സ്ഥാനവും സംവരണം ചെയ്യാൻ നിയമപരമായ അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് നൽകി. 5 വർഷ കാലാവധി എന്ന ഏകരൂപമായ സംവിധാനവും തുടർന്ന് തിരഞ്ഞെടുപ്പും നടത്തണം. കാലാവധിക്ക് മുമ്പേ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനിടെ ഉപതിരഞ്ഞെടുപ്പ് നടത്തി പുതുതായി വന്ന അംഗങ്ങൾ പഞ്ചായത്തിൻ്റെ ബാക്കി വരുന്ന കാലാവധി തീരും വരെ തുടരണം. കാലാവധി കഴിയും മുമ്പേ ഒരു പഞ്ചായത്തിനെയും പിരിച്ചുവിടാൻ ഒരു നിയമ ഭേദഗതിയിലൂടെയും സാധിക്കില്ല. നിയമപരമായി അയോഗ്യരായവർക്ക് സംസ്ഥാന നിയമസഭകളിലെന്ന പോലെ പഞ്ചായത്തുകളിലും അംഗമാകാൻ കഴിയില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി സ്വതന്ത്ര ചുമതലയുള്ള ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനു രൂപം നൽകണം. തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നീ ചുമതലകൾ ഇവർക്കാണ്. പഞ്ചായത്തുകൾക്ക് സാമൂഹിക നീതിയും സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം 11-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തുകളിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തുകൾക്കുള്ള പ്രധാന വരുമാന മാർഗം അവർക്കുള്ള പ്രത്യേക നികുതികളാണ്. പഞ്ചായത്തുകൾക്ക് നികുതി നിരക്കുകൾ നിശ്ചയിക്കാൻ അവകാശമുണ്ട്. സംസ്ഥാനങ്ങൾ സാമ്പത്തിക കമ്മീഷനുകൾ രൂപീകരിക്കണം. ഓരോ വർഷവും കൂടുമ്പോഴും സാമ്പത്തിക വിഭവങ്ങൾ പരിശോധിച്ച് പഞ്ചായത്തുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക ഈ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അടുത്തത് വിഷയ കൈമാറ്റം. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 23 വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഈ വിഷയങ്ങളിൽ കൂടുതലും പ്രാദേശിക ക്ഷേമവും വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയങ്ങളുടെ യഥാർത്ഥ കൈമാറ്റം സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 29 വർഷങ്ങളിൽ ഏതൊക്കെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് നൽകണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ആദിവാസി മേഖലകളിൽ പഞ്ചായത്തി രാജ് വ്യവസ്ഥകൾ ബാധകമായിരുന്നില്ല. പഞ്ചായത്തി രാജ് വ്യവസ്ഥകൾ ആദിവാസി മേഖലകളിൽ കൂടി വ്യാപിച്ചത് 1996-ൽ പ്രത്യേക നിയമത്തിലൂടെയാണ്. പല ആദിവാസി സമൂഹങ്ങളും അവരുടേതായ പരമ്പരാഗത ആചാരപ്രകാരം പൊതുവിഭവങ്ങളായ വനം, ചെറു ജലസംഭരണികൾ എന്നിവയെ കൈകാര്യം ചെയ്തിരുന്നു. അനുച്ഛേദം 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും 11-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകാവുന്നതാണ്. അടുത്തതായിട്ട് 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളാണ് കൃഷി, ചെറുകിട ജലസേചന, ജലവിഭവ മാനേജ്മെൻറ്റ്, നീർത്തട വികസനം, ചെറുകിട വ്യവസായങ്ങൾ, ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഉൾപ്പെടെ പിന്നെ ഗ്രാമീണ ഭവന നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, കലുങ്കുകൾ, പിന്നെ ഗ്രാമീണ വൈദ്യുതീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, വിദ്യാഭ്യാസം, പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ പിന്നെ സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും, വയോജന അനൗപചാരിക വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ചന്തകളും മേളകളും, ആരോഗ്യവും ശുചിത്വവും, ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഡിസ്പെൻസറികൾ ഉൾപ്പെടെ കുടുംബക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതി, സാമൂഹ്യക്ഷേമം, ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ പിന്നെ പൊതുവിതരണ സമ്പ്രദായം തുടങ്ങിയവയാണ്. ഇനി ഈ പുതിയ നിയമം വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കുന്നു. ഇതിനായി ഈ പ്രദേശങ്ങളിലെ ഗ്രാമസഭകൾക്ക് കൂടുതൽ അധികാരം നൽകി. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾക്ക് പല കാര്യങ്ങളിലും ഈ ഗ്രാമസഭകളുടെ അനുമതി തേടേണ്ടി വന്നു. ആധുനിക തിരഞ്ഞെടുപ്പ് സമിതികൾ നടപ്പിൽ വരുത്തുമ്പോൾ പരമ്പരാഗത പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്.
എന്നതാണ് ഈ നിയമത്തിൻ്റെ പിന്നിലെ ആശയം. ഇത് വികേന്ദ്രീകരണം, വൈവിധ്യം എന്നീ മൂല്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നു. അടുത്ത ത്രിതല ഘടന. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്തി രാജ് ഘടനയാണുള്ളത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ളത് ഗ്രാമപഞ്ചായത്താണ്. ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ മധ്യസ്ഥാനത്തായി നിലകൊള്ളുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരണം എന്ന നിർബന്ധമില്ല. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഏറ്റവും മുകൾത്തട്ടിൽ ജില്ലാ പഞ്ചായത്താണ്. ഓരോ ഗ്രാമപഞ്ചായത്തിനെയും ചെറിയ വിസ്തൃതിയുള്ള വാർഡുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ച് എന്നറിയപ്പെടുന്ന ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഗ്രാമസഭയിലെ അംഗങ്ങൾ ചേർന്ന് പഞ്ചായത്തിൻ്റെ സർപഞ്ചിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അടുത്ത ഗ്രാമസഭയാണ്. ഗ്രാമസഭ എന്നർത്ഥമാക്കുന്നത് പഞ്ചായത്ത് തലത്തിലെ ഗ്രാമീണ മേഖലയിലെ വാർഡുകളിലെ പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സഭ എന്നതാണ്. താഴെത്തട്ടിലുള്ള ജനാധിപത്യത്തെ അടിസ്ഥാനമാക്കി ജനകീയ പങ്കാളിത്തത്തോടെയുള്ള മാതൃക ജനാധിപത്യമാണ് ഗ്രാമസഭയിൽ നടക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് 73-ാം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്ന് ഉത്തരം നേടുന്ന യോഗമാണ് ഗ്രാമസഭ. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുതലായവരാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിൽ വെച്ച് ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള തുടർ നടപടി ഗ്രാമസഭ സെക്രട്ടറി ആവിഷ്കരിക്കുന്നു. ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയാണ് ഗ്രാമസഭയുടെ കൺവീനർ. ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങളും ചുമതലകളും തീരുമാനിക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഗ്രാമസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാന ചുമതലകളാണ് അടുത്തതായിട്ട് മൈക്രോ പ്ലാനിംഗ്, പഞ്ചായത്ത് പ്രവർത്തനങ്ങളുടെ സോഷ്യൽ ഓഡിറ്റ്, പഞ്ചായത്ത് അക്കൗണ്ടുകളുടെ അംഗീകാരം, ബാലൻസ് ഷീറ്റുകൾ, ഗുണഭോക്താക്കളുടെ തിരിച്ചറിയലും അംഗീകാരവും, സൂപ്പർവൈസർ, റെഗുലേറ്ററി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ്. ഗ്രാമസഭയുടെ എക്സിക്യൂട്ടീവ് വിഭാഗമാണ് ഗ്രാമപഞ്ചായത്ത്. പിന്നെ ന്യായ പഞ്ചായത്താണ് അടുത്തായിട്ട്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ഒരു തർക്ക പരിഹാര സംവിധാനമാണ് ന്യായ പഞ്ചായത്ത്. ഇതിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് സിവിൽ കേസുകളും ചെറിയ ക്രിമിനൽ കേസുകളുമാണ്. ആദ്യകാല ന്യായ പഞ്ചായത്ത് 1888-ലെ ഗ്രാമീണ കോടതി നിയമം അനുസരിച്ച് ഗ്രാമീണ കോടതികളാണ് ഒരു ഗ്രാമത്തിലെ വളരെ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ്. പിന്നെ ന്യായ പഞ്ചായത്തിനെ നിർദ്ദേശം ചെയ്ത കമ്മീഷനാണ് 1909-ലെ വികേന്ദ്രീകരണത്തിനുള്ള റോയൽ കമ്മീഷനാണ്. പിന്നെ അടുത്തത് വാർഡ് സഭയാണ്. നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്ന പേരിലാണ്. നഗരങ്ങൾ പല വാർഡുകളും കൗൺസിലുകളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കൗൺസിലർമാരെ തിരഞ്ഞെടുപ്പിലൂടെയാണ് നിയമിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൗൺസിലർമാരുടെ ഗ്രൂപ്പുകൾ ചേർന്ന് എടുക്കുന്നു. ഒരു വാർഡ് തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് വാർഡിലുള്ള ജനങ്ങൾക്ക് കൗൺസിലർമാരോട് പറയാം. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് മെമ്പർ എന്നാണ്. അടുത്തത് ജനകീയ ആസൂത്രണം. 73-74 ഭരണഘടനാ ഭേദഗതി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളിൽ ഒന്നായ വികേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കി. EK നായനാരുടെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ് ജനകീയ പദ്ധതിയായി നടപ്പിലാക്കാൻ തീരുമാനിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ച 1996 ഓഗസ്റ്റ് 17-നാണ്. പിന്നെ സംസ്ഥാന പദ്ധതി ഫണ്ടിൻ്റെ 35 മുതൽ 40% വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഘടകങ്ങളാണ് അടുത്തതായിട്ട് ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തല സമിതിയായ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഗ്രാമസഭയിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. വാർഡിലെ വോട്ടർമാരുടെ 10% പങ്കെടുത്താലേ ഗ്രാമസഭ നടക്കൂ. ഗ്രാമസഭയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പങ്കെടുക്കണം. ബ്ലോക്ക് തല യോഗങ്ങളിൽ അതത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് സമിതി അംഗങ്ങളും പങ്കെടുക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അതത് ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും
പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. പിന്നെ അടുത്ത അയൽക്കൂട്ടമാണ്. ഗ്രാമസഭയുടെ സഹായ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന 20 മുതൽ 25 വരെയുള്ള വനിതകളുടെ സ്വയം സഹായ സംഘങ്ങളായി ഇവ രൂപപ്പെടുന്നു. പിന്നെ ചെറുകിട സംരംഭങ്ങളും ചെറിയ സാമ്പത്തിക ഇടപാടുകളും നടത്തി സ്ത്രീകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ് സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യം. പിന്നെ അടുത്തതായിട്ട് റിസോഴ്സ് പേഴ്സൺ. ജനകീയ ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്നതിനായി വിവിധ തലങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളത് ഗ്രാമത്തിലുള്ള റിസോഴ്സ് പേഴ്സണാണ്. ഇത്തരം റിസോഴ്സ് പേഴ്സൺമാരാണ് വിവിധ തലങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളത് ഗ്രാമതലത്തിലുള്ള റിസോഴ്സ് പേഴ്സണാണ്. ഇത്തരം റിസോഴ്സ് പേഴ്സൺമാരാണ് വികസന പദ്ധതികളെപ്പറ്റി പ്രചാരണം നടത്തുന്നതും പരിശീലനം കൊടുക്കുന്നതും. കില എന്ന സ്ഥാപനമാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. പിന്നെ അടുത്ത വികസന സെമിനാറാണ്. ഗ്രാമസഭകളുടെ നിർദ്ദേശ പ്രകാരം വർഷത്തിൽ ഒരു ദിവസം വിദഗ്ധർ, ജനപ്രതിനിധികൾ, മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രാമസഭ നിർദ്ദേശിക്കുന്ന വ്യക്തികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വികസന സെമിനാർ സംഘടിപ്പിക്കുന്നത്. കർമ്മസേനയുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് മുൻഗണനാ ക്രമമനുസരിച്ച് കരട് തയ്യാറാക്കുന്നു. അടുത്ത കർമ്മസേനയാണ്. വർക്കിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കർമ്മസേന. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലാണ് കർമ്മസേന പ്രവർത്തിക്കുന്നത്. ഗ്രാമസഭയുടെയും വികസന സെമിനാറിൻ്റെയും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സാങ്കേതികമായി സ്വീകാര്യമായ പദ്ധതികളും ഇവർ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രാദേശിക ഘടകത്തിലും വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന 8 മുതൽ 12 വരെ അംഗങ്ങളുള്ള കർമ്മസേന അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പുണ്ട്. ഓരോ വർക്കിംഗ് ഗ്രൂപ്പിനും തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് കർമ്മസേനയുടെ തലവൻ. ഇത് വിളിച്ചു കൂടുന്നത് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കമ്മിറ്റി സമ്പ്രദായം നടത്തിയിട്ട് എല്ലാ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഇവയെ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്നു. ഇതിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിലെ മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഇവർക്ക് മറ്റു കാര്യങ്ങൾ നോക്കാൻ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുത്ത പഞ്ചായത്ത് സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം സ്ഥാപിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇവയ്ക്ക് അധികാരമുണ്ട്. പിന്നെ അടുത്ത വിദഗ്ധ സമിതി. സർക്കാർ ഏജൻസികൾക്ക് പുറത്തുള്ള വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കും. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക, തയ്യാറാക്കിയ പ്രൊജക്റ്റുകൾ സാങ്കേതിക യുക്തമാക്കുക, പ്രവൃത്തികൾക്ക് സാങ്കേതിക അനുമതി നൽകുക എന്നിവയാണ് വിദഗ്ധ സമിതി ചെയ്യുന്നത്. പിന്നെ ജില്ലാ ആസൂത്രണ സമിതി. ജില്ലയിലെ എല്ലാ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കേണ്ടതും അവയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകേണ്ടതുമാണ്. ജില്ലാ ആസൂത്രണ സമിതിക്കോ വിദഗ്ധ സമിതിക്കോ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മുൻഗണനാ ക്രമം മാറ്റിമറിക്കാൻ അധികാരമില്ല. എന്നാൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ ആസൂത്രണ സമിതിക്ക് അധികാരമുണ്ട്. അടുത്ത സംസ്ഥാനതല സംഘാടകർ വിവിധ തലങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വികേന്ദ്രീകൃത പദ്ധതികൾക്ക് സഹായങ്ങൾ നൽകാനും അതിൻ്റെ പുരോഗതി നിരീക്ഷിക്കാനും ഏകോപിപ്പിക്കാനും മേലേത്തട്ടിൽ നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതി പരിശോധിക്കാനും ഒരു സംസ്ഥാന വിദഗ്ധ സമിതിയുണ്ട്. പിന്നെ അടുത്തത് ഓംബുഡ്സ്മാനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അഴിമതി നടന്നാൽ അവയെപ്പറ്റി പരാതി നൽകാനുള്ള നീതിന്യായ അധികാരമുള്ള ഉന്നതാധികാര സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. പിന്നെ അടുത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലെ സ്വയം ഭരണാവകാശമുണ്ട്. പിന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത് സ്വതന്ത്രമായ ഒരു പദവിയാണ്. അതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഓരോ 5 വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും ഇടയിലെ വരുമാന വിതരണം, ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഇടയിലെ വരുമാന വിതരണം എന്നിവ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അവലോകനം ചെയ്യും. അടുത്ത സംസ്ഥാനത്തെ ആദ്യ ധനകാര്യ കമ്മീഷനെ നിയമിച്ച 1994 രണ്ടാമത്തേത് 1999 ആയിരുന്നു. 1996 ധനകാര്യ കമ്മീഷൻ ആദ്യ റിപ്പോർട്ട്
സമർപ്പിച്ചത്. പദ്ധതി ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക സമ്പ്രദായം ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കി. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വർക്കിംഗ് ഗ്രൂപ്പുകളെ രൂപപ്പെടുത്തി. മൂന്നാമത്തെയും നാലാമത്തെയും ധനകാര്യ കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ച എല്ലാ ശുപാർശകളും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ മറ്റു ഘടകങ്ങളാണ്. വില്ലേജ് ഓഫീസർ, ഒന്നാമത്തെ ഭൂമിയുടെ സർവേ, ഫീൽഡ് മേൽനോട്ടം നടത്തുക, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നിവ വില്ലേജ് ഓഫീസറുടെ അധികാര പരിധിയിൽ വരുന്നു. അടുത്ത തഹസിൽദാർ, തഹസിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നതിന് ചുമതലയുള്ള റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് തഹസിൽദാർമാർ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫാണ്. ഓരോ വാർഡ് തലത്തിലുള്ള ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കൗൺസിലർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കൗൺസിലർമാരുടെ കമ്മിറ്റികൾ വിവിധ പ്രശ്നങ്ങൾ തീരുമാനമെടുക്കുന്നു. കമ്മീഷന്മാരും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. റവന്യൂ വകുപ്പാണ് അടുത്തത്. എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. വില്ലേജ് ഓഫീസറുടെ ജോലിക്ക് മേൽനോട്ടം വഹിക്കുന്നത് പിന്നെ റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. പിന്നെ അടുത്ത പോലീസ് സ്റ്റേഷൻ. ജനങ്ങൾ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനമാണിത്. ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ പ്രദേശത്തിലെ സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ട്. പിന്നെ ഓരോ ആൾക്കാരും ആ സ്ഥലത്തെ മോഷണങ്ങൾ, അപകടം, സംഘർഷം അല്ലെങ്കിൽ നിയമപരമല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അതും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ ഗാന്ധിജിയും നിലവിലെ പഞ്ചായത്തി രാജ് സംവിധാനവുമാണ്. ഗ്രാമസ്വരാജിൻ്റെയും പഞ്ചായത്തി രാജിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ആവിഷ്കർത്താക്കളിൽ ഒന്നാമനായി നിൽക്കുന്ന പേര് ഗാന്ധിജിയുടേതാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ ഗാന്ധിജിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് പ്രാദേശിക അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർ ജനങ്ങൾക്ക് വേണ്ടി നടത്തണമെന്നതായിരുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ 6 മാസത്തിനകം തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നല്ല നിലയിൽ നിറവേറ്റുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കാനും മറ്റൊരു 5 പേരെ തിരഞ്ഞെടുക്കാനും കഴിയണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. അധികാരം വികേന്ദ്രീകരിക്കേണ്ടത് താഴെ നിന്നും മുകളിലോട്ടാണെന്നാണ് ഗാന്ധിജിയുടെ ഭാഷ്യം. പിന്നെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന അധികാരങ്ങൾ പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യരുത്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള പഞ്ചായത്ത് വ്യവസ്ഥയായ രഹിത മാതൃക വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ ഇന്നത്തെ വികസന പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമാണ്. പഞ്ചായത്തുകളിൽ തർക്ക പരിഹാരം തീർക്കാനും അതുപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകാനും ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്.